നമസ്കാരം. ലോകത്തെയാകെ ഒടുവിൽ വിറപ്പിച്ച കോവിഡ് പേടി മാറും മുമ്പേ ഇതാ പുതിയൊരു വില്ലൻ. ലക്ഷറി ക്രൂയിസ് കപ്പലിലെ മരണങ്ങൾ ലോകമെങ്ങും ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. MV ഹോണ്ടിയസ് എന്ന ആഡംബര കപ്പലിൽ നിരവധി യാത്രക്കാർ മരിച്ചുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. MV ഹോണ്ടിയസ് ആഡംബര കപ്പലിലെ ഹാൻഡ വൈറസ് വ്യാപനത്തിൽ ആശങ്കയിലാണ് ലോകം. ഭൂമിയിലുണ്ടായതിൽ വെച്ച് ഏറ്റവും മാരകവും അപൂർവവുമായ രോഗങ്ങളിലൊന്നാണിതെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അർജന്റീനയിലെ ഉഷുവായയിൽ നിന്ന് ഏപ്രിൽ 1 ഓഷ്യൻ വൈഡ് എക്സ്പെഡിഷൻസ് നടത്തിപ്പുകാരായ ക്രൂയിസ് കപ്പൽ യാത്ര തിരിച്ചത്. മെയ് 10 സ്പെയിനിലെ കാനറി ദ്വീപിൽ എത്തിച്ചേരാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. കപ്പൽ യാത്ര ആരംഭിക്കുമ്പോൾ 150 യാത്രക്കാരും 61 ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ 28 രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ ഏപ്രിൽ 24 UK മേൽനോട്ടത്തിലുള്ള സെന്റ് ഹെലീന ദ്വീപിൽ 32 യാത്രക്കാർ ഇറങ്ങി. ഓഷ്യൻ വൈഡ് എക്സ്പെഡിഷൻസ് വെള്ളിയാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കപ്പലിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫിലിപ്പീൻസ് പൗരന്മാരാണ്. UK, US, നെതർലൻഡ്സ്, സ്പെയിൻ, കാനഡ, ഫ്രാൻസ് തുടങ്ങി രാജ്യങ്ങളിൽ നിന്നുള്ളവരും കപ്പലിലുണ്ട്. ഇന്ത്യക്കാരായ 2 ജീവനക്കാരും കപ്പലിൽ ഉണ്ട്. 1980കളിൽ കൊറിയൻ യുദ്ധസമയത്ത് കൊറിയയിലെ ഹാൻഡാൻ നദിക്ക് സമീപമാണ് ഈ വൈറസ് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ഇതിൽ നിന്നാണ് വൈറസിന് ഹാൻഡ വൈറസ് എന്ന പേര് കിട്ടിയത്. എലികൾ, ചുണ്ടലുകൾ തുടങ്ങി ജീവികളുടെ ശരീരത്തിലാണ് ഈ വൈറസ് സ്വാഭാവികമായി കാണപ്പെടുന്നത്. ഇവയുടെ വിസർജ്യം, ഉമിനീർ എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ ശേഷിയുള്ള ലോകത്തിലെ ഏക ഹാൻഡ വൈറസ് വകഭേദമാണിത്. നെതർലാൻഡ്സ് ആസ്ഥാനമായ ക്രൂയിസ് കപ്പലിലെ ഹാൻഡ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് യാത്ര അവസാനിപ്പിച്ച് കപ്പലിൽ നിന്ന് ഇറങ്ങിയവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളുമായി ലോകത്താകമാനമുള്ള ആരോഗ്യ പ്രവർത്തകരും. കപ്പലിൽ നിന്നിറങ്ങിയ യാത്രക്കാർക്ക് രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കമുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമം നടക്കുന്നത്. MV ഹോണ്ടിയസ് എന്ന കപ്പലിലെ ഹാൻഡ വൈറസ് രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ കേസുകൾ പുറത്തു വരാനിടയുണ്ടെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടനയും. ലോകം സുരക്ഷിതമായിരിക്കേണ്ടതിനാൽ വൈറസ് സംബന്ധിച്ച വിവരങ്ങളെല്ലാം കൃത്യമായി പങ്കുവയ്ക്കുമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും പിഴവുണ്ടാകുന്നത് വൈറസിന്റെ വ്യാപനത്തിന് കാരണമാകും. MV ഹോണ്ടിയസ് കപ്പലിൽ ഉണ്ടായിരുന്ന 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരിൽ 3 പേർ മരണപ്പെട്ടിരുന്നു. രോഗലക്ഷണം പ്രകടിപ്പിക്കാനുള്ള കാലയളവ് 6 ആഴ്ച വരെ ആയതിനാൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കാനുള്ള സാധ്യത ലോകാരോഗ്യ സംഘടന തള്ളുന്നില്ല. ഹാൻഡ വൈറസിന് മാത്രമായുള്ള ചികിത്സാരീതി ലഭ്യമല്ല. ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും പിന്തുണയുമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ വൈറസ് ഭീതി പടരുന്ന സാഹചര്യത്തിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. കപ്പലിലുണ്ടായിരുന്ന പല യാത്രക്കാരും ഇതിനകം വിമാനമാർഗം UK, ദക്ഷിണാഫ്രിക്ക, നെതർലൻഡ്സ്, US, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് മടങ്ങിയത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവരെ കണ്ടെത്താനും നിരീക്ഷണത്തിലാക്കാനും അന്താരാഷ്ട്ര തലത്തിൽ വിപുലമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ കപ്പലിൽ നേരത്തെ സഞ്ചരിച്ചവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. കപ്പലിൽ നിന്ന് എത്തിയ 3 പേരെ തങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്കയിലെ അരിസോണ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഉഷുവായിൽ പക്ഷി നിരീക്ഷണം നടത്തിയ ഡച്ച് ദമ്പതികൾക്കാണ് ആദ്യം രോഗം ബാധിച്ചത്. ദമ്പതികൾ നിലത്ത് കിടന്ന എലികളുടെ കാഷ്ടത്തിൽ നിന്നുള്ള സൂക്ഷ്മ കണികകൾ ശ്വസിച്ചതായിരിക്കാം കാരണമെന്നാണ് അർജന്റീനിയൻ ഗവേഷകരുടെ നിഗമനം. കപ്പലിൽ കയറുന്നതിന് മുൻപ് വരെ ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏപ്രിൽ 11 ആദ്യ യാത്രക്കാരൻ കപ്പലിൽ മരിച്ചത്. മരണകാരണം അപ്പോൾ നിർണയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏപ്രിൽ 24 അദ്ദേഹത്തിന്റെ മൃതദേഹം സെന്റ് ഹെലീനയിൽ ഇറക്കി സ്വദേശത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. ഏപ്രിൽ 27 മടക്കയാത്രയ്ക്കിടെ ഭാര്യയ്ക്ക് അസുഖം വന്നതായും പിന്നീട് ഇവർ മരിച്ചതായും ഓഷ്യൻ വൈഡ് എക്സ്പെഡിഷൻസിന് വിവരം കിട്ടി. മെയ് 2 കപ്പലിൽ വെച്ച് ഒരു ജർമ്മൻ പൗരൻ മരിച്ചു. ഇതോടെ WHO വിഷയത്തിൽ ഇടപെടുകയും കേപ്പ് വെർഡയിൽ കപ്പൽ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. നിലവിൽ കപ്പൽ കേപ്പ് വെർഡയിൽ നിന്ന് പുറപ്പെട്ട് സ്പെയിനിലെ കാനറി ദ്വീപുകളിലെ ടെനേറൈഫിലേക്ക് പോവുകയാണ്. ഗുരുതരാവസ്ഥയിലായ 3 രോഗികളെ എയർ ആംബുലൻസിൽ ഒഴിപ്പിച്ചു. ശേഷിക്കുന്ന യാത്രക്കാരെ മെയ് 11 പുറത്തിറക്കും. ഇന്ത്യയിൽ ഹാൻഡ വൈറസ് മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
2008 തമിഴ്നാട്ടിൽ വെയർഹൌസ് തൊഴിലാളികൾ, കർഷകർ, ആദിവാസി എലിപിടുത്തക്കാർ എന്നിവരിൽ 28 കേസുകൾ സ്ഥിരീകരിച്ചിരുന്നു. 2021 ഒരു ക്വാറി തൊഴിലാളിക്കും രോഗം സ്ഥിരീകരിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ആശങ്ക രോഗനിർണയം നടത്താതിരിക്കുന്നതാണ്. എന്തായാലും ഈ യാത്രക്കാരെല്ലാം പുറത്തിറങ്ങുന്ന സമയം തന്നെ ഇത്തരത്തിൽ നിരീക്ഷിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഇത് വലിയ രീതിയിലുള്ള ഒരു വ്യാപനത്തിന് കാരണമായേക്കാം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രതയിൽ തന്നെ തുടരുകയാണ്.